ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഈ റെഡിയായിട്ടൊക്കെ നിൽക്കുന്നത് ഒന്ന് അമ്പലം വരെ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ എല്ലാ വീഡിയോയിലും അമ്പലം മാത്രമാണല്ലോ കാണുന്നതെന്ന്. ഇതങ്ങനെയല്ല, നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. ഇപ്പം മാർച്ച് 13-നാണ് പൊങ്കാല. ഇന്ന് 10-ാം തീയതിയാണ്, അപ്പം മൺഡേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോയിട്ട്, ഉത്സവം തുടങ്ങിയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം വൈകുന്നേരമായി, രാത്രി ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഈ സമയത്ത് പോയാൽ നമുക്ക് ഒരുപാട് തിരക്കില്ലാണ്ട് കയറി തൊഴാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെ പോയാൽ നല്ല ക്യൂ ആയിരിക്കും. അപ്പം അത്രയും നേരം ക്യൂ നിന്നൊക്കെ തൊഴേണ്ടി വരും. അപ്പം നമുക്കിപ്പോൾ അടുത്തുള്ളവരാകുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി താമസിച്ച് പോയാലും മതി. 12 മണി വരെയൊക്കെ, 1 മണി വരെ എന്തോ ഉണ്ട് അമ്പലം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി ലേറ്റായിട്ട് പോയി തൊഴുതിട്ടൊക്കെ വരാം. പിന്നെ കുറച്ച് നേരം അവിടെ പോയിട്ട് നിൽക്കാം. അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം പറഞ്ഞില്ല, ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏകദേശം ക്യൂ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. ഒരു 5 മണി തൊട്ട് നല്ല ക്യൂ ആയിരിക്കും. അമ്പലത്തിന് വഴിയിൽ വരെയും ക്യൂ ഉണ്ടെന്നാണ് അപ്പോൾ കേട്ടത്. മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. അവിടെ മൊത്തം അടുപ്പുകളൊക്കെ വരും. അടുപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല അങ്ങോട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വരെ പോകണ്ട, എനിക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഇടാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്ററിനുള്ളിൽ തന്നെ അടുപ്പുകൾ വരുന്നുണ്ട്. അപ്പം എനിക്കിവിടെ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ട് രാവിലെ പോയിട്ട് ഇട്ടിട്ട് വരാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ എവിടെ വരെയൊക്കെ പോകാൻ പറ്റുമെന്നൊന്നും പറഞ്ഞുകൂടാ. നമ്മൾ കാറൊന്നും എടുക്കുന്നില്ല, കാറിലൊന്നും പാർക്കിംഗ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് 2 വീലറിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. പോയിട്ട് നോക്കട്ടെ തിരക്കിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. പൊങ്കാലയുടെ വീഡിയോ ആയിട്ടും അല്ലാണ്ട് ഇപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. അമ്പലം എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കരമന എന്ന് പറഞ്ഞ സ്ഥലം. കരമന, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അടുപ്പുകൾ വരുന്നത്. അമ്പലത്തിൻ്റെ മുറ്റം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അമ്പലത്തിനോട് അടുത്തോട് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പുകളൊക്കെ വരുന്ന സ്ഥലമാണ് കരമന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കിന് ഇനിയിപ്പോൾ ട്രാവലിംഗ് ഒക്കെ അവർ ബ്ലോക്ക് ചെയ്യും. കാര്യം അടുപ്പുകൾ വന്നു കഴിയുമ്പോഴത്തേക്കിന് വണ്ടികൾ പോകാനും വരാനൊക്കെ ഉള്ള സൗകര്യത്തിന്, ആളുകൾക്ക് വന്ന് പോകാനുള്ള സൗകര്യത്തിന് വണ്ടികൾ വന്നാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വണ്ടിയൊക്കെ മുന്നിൽ ബ്ലോക്ക് ചെയ്യും, ഒരു വഴിയൊക്കെ ബ്ലോക്ക് ചെയ്യും. പിന്നെ പൊങ്കാല കഴിഞ്ഞിട്ട് ആളുകൾക്ക് തിരിച്ച് പോകാനൊക്കെ ഉള്ള സൗകര്യത്തിനായിട്ട് ഇങ്ങോട്ടേക്കിന് അധികം വണ്ടികൾ കയറാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെന്ന് കയറുന്ന ഈ ഒരു പ്ലേസാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് റോഡാണിത്. ഈ റോഡിലൊക്കെ നിറയെ അടുപ്പുകളായിരിക്കും. പക്ഷേ ഇപ്പം നല്ല ബ്ലോക്കാണ്. കാര്യം വൈകുന്നേരം എല്ലാവരും അമ്പലങ്ങളിൽ തൊഴാനായിട്ടൊക്കെ പോകാനുള്ള തിരക്കായിട്ട് നല്ല ബ്ലോക്കാണ്. അത് അത്യാവശ്യം നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ 1-2 ഷോർട്ട് കട്ട് വഴികളുണ്ട്. അതുവഴി കയറിയാൽ നമുക്ക് അമ്പലത്തിലോട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ പോയാൽ നമുക്ക് ആ ഒരു അമ്പലത്തിൽ പൊങ്കാലയുടെ ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്രയോ ആളുകൾ വന്നിട്ട് എത്രയോ നേരം ബ്ലോക്കിൽ കിടന്നിട്ടൊക്കെയാണ് ഒന്ന് ആ വഴി കടന്ന് കയറി അമ്പലത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ആളുകൾ പോകുന്ന കാണുമ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് വഴി പെട്ടെന്ന് എത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളും ബ്ലോക്കിൽ തന്നെയാണ് കിടന്നിട്ട് അങ്ങനെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 വീലർ ആകുമ്പോൾ അറിയാമല്ലോ, കുറച്ചുകൂടെ ഈസിയാണ്. വലിയ വണ്ടികളിൽ പോകുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടില്ല. എങ്കിലും അത്യാവശ്യം നേരം ബ്ലോക്കിൽ തന്നെ കിടന്നിട്ട് തന്നെ പോയി. നമ്മൾ സാധാരണ നമുക്കൊരു ബ്ലോക്കൊക്കെ കിട്ടുമ്പം നല്ല പാടല്ലേ, നമ്മൾ കുറേ മുഷിച്ചിലാവും, നമുക്ക് ഇരുന്നിരുന്ന് മുഷിച്ചിലാവും ബ്ലോക്ക് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് നമുക്ക് ആ ഒരു സന്തോഷം, അതായത് എല്ലാവരും അതേ നമ്മളെപ്പോലെ തന്നെ നിൽക്കുകയല്ലേ, ദേവിയെ കാണാൻ വേണ്ടിയിട്ട്, അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അതൊന്നും ഒരു ബ്ലോക്കായിട്ടേ തോന്നിയില്ല. എന്തായാലും വേണ്ടില്ല, അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. ഞങ്ങൾ കുറച്ചധികം ദൂരെയാണ് ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ അവിടെ ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അമ്പലത്തിലേക്ക് പോകണം. പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഭയങ്കര രസമാണ്. നമുക്കിങ്ങനെ നടക്കുമ്പം ഒരുപാട് ആളുകളെ കണ്ടിങ്ങനെ വഴി സൈഡിലൊക്കെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് വരെ ഉണ്ട്. എന്താ പറയുക ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഇങ്ങനത്തെ, അതും ഇത്രയും തിരക്കുകളുടെ ഇടയിൽ അതുപോലും അവർ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കാര്യങ്ങൾ, കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടക്കുകയാണ്. ഈ കണ്ടോ, ഇത്രയും ജനങ്ങളാണ്
ഈ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടിട്ട് പലരും അനൗൺസ്മെൻ്റൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻ്റൊക്കെ നടക്കുന്നുണ്ട്. കാര്യം എങ്ങനെ പോകാതിരിക്കും, അത്രയ്ക്ക് തിരക്കാണ്. അങ്ങനെ എന്തായാലും ഞങ്ങളെന്തായാലും നമുക്കിറങ്ങി നടക്കണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു മുഷിച്ചിലായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും കൂടെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ഭയങ്കര ചൂടായിരുന്നു. അകത്ത് കയറി നടക്കുന്നുണ്ടെങ്കിലും വരുന്നവരും പോകുന്നവരും എല്ലാവരും നല്ല വിയർത്ത് കുടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എന്തായാലും കൊണ്ട് ചുറ്റുമൊക്കെ കണ്ടോ എന്തെല്ലാം കടകളാണ്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ കടകളൊക്കെ കാണുന്നതേ ഒരു ക്രേസാണ്. അപ്പം അങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നതും. എല്ലാം ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. പിന്നെ അവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സ്റ്റേജിൽ 2-3 സ്റ്റേജായിട്ടൊക്കെ തിരിച്ചിട്ട് പിന്നെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളുടെ ഡാൻസ്, ഗാനമേള, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങ് അടുത്ത് എത്താൻ പറ്റില്ല, അത്രത്തോളം ജനങ്ങളുണ്ട് അവിടെയൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് പോയി നിന്നിട്ട് അങ്ങനെ കണ്ട് ആസ്വദിക്കാനോ ഒന്നും പറ്റത്തില്ല. ആരൊക്കെയോ അവിടെ നിന്ന് പാടുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ മേല. കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കി ആരാണെന്ന് മനസ്സിലാവുമെന്ന്. പക്ഷേ ഒത്തിരി ദൂരെ ആയതുകൊണ്ട് ഒരു പിടുത്തവും കിട്ടിയില്ല. പിന്നെ നമ്മൾ വന്നത് കാര്യം അതല്ലല്ലോ, അങ്ങനെ അമ്മയെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് പിന്നെ ഒരുപാട് സമയം അവിടെ നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിനകത്തോട്ട് കയറാനുള്ള വഴി നോക്കി. കാര്യം ഇത്രയും ആളുകളെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല ക്യൂ ആയിരിക്കും എന്ന്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ അമ്പലത്തിനകത്തോട്ട് പോവുകയാണ്. ഈ ഹെൽമെറ്റൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് പോയാലുണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം വെറുതെ ഒരു സീനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹെൽമെറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ ബുദ്ധിമുട്ടായി. കാര്യം അതുകൊണ്ട് നമുക്ക് തൊഴാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. പിന്നെ എന്തായാലും അത് പോയാൽ പാടാണല്ലോ എന്ന് വെച്ചിട്ടാണ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ നടപ്പന്തലിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വരുന്നതും പോകുന്നതും അല്ല കേട്ടോ, അതിനപ്പുറത്ത് ക്യൂ ഉണ്ട്. നല്ല ക്യൂ ആണ്, വലിയ ക്യൂ ആണ്. അവിടെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നല്ല വലിയ ക്യൂ ആണ്. അപ്പോൾ അതിനകത്ത് കയറി നിന്നാൽ നമ്മൾ ഇത് മൊത്തവും കഴിഞ്ഞിട്ടേ ഇറങ്ങാനൊക്കത്തുള്ളൂ. ഇതിനിടയ്ക്ക് ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഒത്തിരി സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം തന്നെ ഞാൻ പോയി ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെയും നമ്മൾ ക്യൂവിൽ കയറി നിന്നാൽ അത്രയും ലേറ്റ് ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് സമയം അങ്ങനെ നിന്നില്ല. വെളിയിൽ നിന്ന് നമുക്ക് നടപ്പന്തലിൻ്റെ കുറച്ച് അകത്തോട്ട് കയറിയിട്ട് നാരങ്ങ വെള്ളത്തൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അമ്മയെ കാണാൻ പറ്റും. നമുക്ക് ഏറ്റവും വെളിയിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് കണ്ട് തൊഴാൻ പറ്റും. അത് ക്യൂവിൽ നിന്നാൽ പിന്നെ കുറച്ചുകൂടെ അങ്ങ് അകത്ത് കയറിയിട്ട് അടുത്ത് പോയി തൊഴുതിട്ട് വരാൻ പറ്റും. നമുക്കൊക്കെ ഇപ്പോൾ പിന്നെ ആയാലും വന്ന് ഇപ്പോൾ ഇവിടെ തന്നെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ ആയാലും വന്ന് തൊഴാമെന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ക്യൂ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ വന്ന് നിന്ന് ക്യൂ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് തൊഴാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്യൂവിനകത്ത് കയറി നിന്ന് ഒരുപാട് സമയം നിൽക്കാനുള്ളൊരു ഇത് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് കാണാൻ പറ്റും, നന്നായിട്ട് നമുക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും, പ്രതിഷ്ഠ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിന്ന് ഇവിടെ ഒന്ന് തൊഴുതു. ക്യൂ കാണാം. ഇപ്പോൾ ആണ്ട് നോക്കിയാട്ടെ നല്ല വലിയ ക്യൂ ആണ്. ഈ നിൽക്കുന്ന സ്ഥലം മൊത്തവും ക്യൂ ആയിരുന്നു. ഇതിപ്പോൾ കുറഞ്ഞ് ഇത്രയും ആയതാണ്. എന്നിട്ടും ഈ നിൽക്കണ ആളുകൾ തന്നെ പിന്നെയും ഉണ്ട് കേട്ടോ, നിറയെ പിന്നെയും വരുന്നുണ്ട്. വന്ന് ക്യൂവിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദീപാരാധന സമയമാണ്, പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തൊഴുതു. നന്നായിട്ട് കുറച്ച് നേരം സമാധാനമായിട്ട് അങ്ങനെ കണ്ണടച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ തിരിച്ചിറങ്ങി. കാര്യം ഒരുപാട് സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി. വീട്ടിൽ വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് കുറച്ച് സമയം സമാധാനമായിട്ട് നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വരുന്ന വഴിക്കും അത് തന്നെ, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അതേ ബ്ലോക്ക് തന്നെ തിരിച്ച് വരുമ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു മാത്രം ഒരു കുറവുമില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന കോളിഫ്ലവർ ബജ്ജി ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഓയിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് അധികം കഴിച്ചില്ല, അങ്ങനെ കൊണ്ട് കളഞ്ഞു. അങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങിയിട്ട് പോകുന്ന വഴിക്കുണ്ടോ ബ്ലോക്ക്, നമ്മൾ വന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ബ്ലോക്ക് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പൊങ്കാലയ്ക്ക് മുന്നേ ഉള്ള വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ പൊങ്കാല പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.